ഒരു കരം നമ്മുടെ മീതെ വ്യാപിക്കുന്നുണ്ട്. ആ കരമാണ് നാം എപ്പോഴും മുന്നോട്ട് നടത്തുന്നത്. ജീവിതത്തിലെ പരീക്ഷാഘട്ടങ്ങളിലും വേദനയിലും വേർപാടുക്കത്തിലും നമ്മളായിരിക്കുമ്പോൾ നോക്കാനിടമുണ്ട്. സർവശക്തനായ ദൈവം, നടത്തുവാൻ കഴിവുള്ള ദൈവം. ഞാൻ കർത്താവിന്റെ ദാസൻ പാസ്റ്റർ സാംകുട്ടി ചച്ചക്കോൺ Saji came all the way from Dubai. ഞങ്ങളുടെ മാതാവിൻ്റെ കുടുംബത്തിൽ ഞങ്ങൾക്ക് ലഭിച്ച ഏറ്റവും വലിയൊരു അനുഗ്രഹമായ ഒരു കുഞ്ഞായിരുന്നു. എല്ലാ വിധത്തിലും സൗമ്യതയും ആത്മീയ കാര്യത്തിലും വിദ്യാഭ്യാസത്തിലും എല്ലാം അനുഗ്രഹിക്കപ്പെട്ട ഞങ്ങളുടെ ഈ കുഞ്ഞിന് യാതൊരു സംശയവുമില്ല. ഇവരുടെ ജീവിതം വിവാഹം തുടങ്ങിയ ശനിയാഴ്ച ഉപവാസത്തോടെ ഒരു ശുഭയാത്രയ്ക്ക് വേണ്ടി ഉപവസിച്ചെങ്കിൽ ഉപവാസത്തോടെ ഇരുന്നവൻ ആ വിവാഹ ദിവസം ഞാൻ. അവരുടെ ജീവിതത്തിന്റെ ശുഭയാത്രയ്ക്ക് വേണ്ടി ഉപവാസത്തോടെ ഞാൻ ഇരിക്കുമ്പോൾ ഒന്നും അറിയാത്ത ഒരു ശ്രേഷ്ഠനായ ദൈവദാസൻ ആ ദിവസം ഉപവാസമായിരുന്നു. ദൈവവചനം ഇങ്ങനെ പറയുന്നു, രണ്ടുപേരുടെ വാക്കിനാൽ ഒരു കാര്യം ഉറപ്പാക്കാമെന്ന് പറയുന്നെങ്കിൽ ദൈവം എന്നെ വ്യക്തമായി കാണിച്ചു. മറ്റൊരു ശ്രേഷ്ഠനായ ദൈവദാസൻ ആ ശുഭയാത്രയ്ക്ക് വേണ്ടി ഉപവസിച്ചുകൊണ്ട് ആ പ്ലാറ്റ്ഫോമിൽ ഉണ്ടായിരുന്നു. ആ ദൈവമാണ് ഇന്നും ഇന്നയോളം നടത്തിയത്. ഹല്ലേലൂയ. പൈതങ്ങളെയും എന്നെയും ആ ദൈവത്തിന്റെ വാഗ്ദത്തത്തിന് മാറ്റമില്ല. അപ്പോൾ നിങ്ങൾ എല്ലാവരും ചോദിക്കും, ഇത് എന്തുകൊണ്ടെന്ന് ചോദിക്കും. ഹല്ലേലൂയ, സ്തോത്രം. അതിനും ദൈവവചനം വ്യക്തമായി പറയുന്നു, ഒരു വയലിൽ കത്തിയാൽ കത്തിച്ചവൻ അതിന് അവന്റെ വയലിൽ ഏറ്റവും ശ്രേഷ്ഠമായത് തന്നെ പകരം കൊടുക്കണം. അങ്ങനെയെങ്കിൽ എനിക്കറിയാം, എന്റെ മകൻ ഹല്ലേലൂയ സ്തോത്രം ആത്മാവിൽ നിറഞ്ഞ് ദൈവസന്നിധിയിൽ അന്യഭാഷയിൽ അഗ്നിയിൽ കത്തി ജ്വലിച്ചെങ്കിൽ, ആ അഗ്നിയിൽ കത്തിയെങ്കിൽ തീർച്ചയായും ദൈവം ആ വയലിൽ നിന്ന്, ദൈവത്തിന്റെ ശ്രേഷ്ഠമായ വയലിൽ നിന്ന് ഈ രണ്ട് കുടുംബങ്ങളെയും, ഈ രണ്ട് കുടുംബത്തിനും വേണ്ടതായി തരുമെന്ന് ദൈവകൽപ്പനയാൽ ഞാൻ ഈ സമയത്ത് ദൈവവചനമായി പറയുന്നു. യാതൊരു സംശയവുമില്ല. ഹല്ലേലൂയ. മെഡിക്കൽ സയൻസ് ജീവിതത്തെ 12 ഗുളികൾ ദിവസം തോറും കഴിക്കണമെന്ന് പറഞ്ഞ സ്ഥാനത്തും ഒരു ഡ്രഗ്സ് സ്റ്റെൻ ഞാൻ എൻ്റെ അകത്ത് 2007 ഇട്ടിട്ടുണ്ട്. 2007 ഡിസംബറിൽ, 2007 ഡിസംബറിൽ, 2006 ഡിസംബറിൽ, 2007 ഹല്ലേലൂയ ഏപ്രിൽ 4-ാം തീയതി എന്റെ ഗുളികകളെല്ലാം ഞാൻ വലിച്ച് കാട്ടിലെറിഞ്ഞവനാണ്. ഒരു മെറ്റലാറോ ഹോസ്പിറ്റലിനോ പോലും കഴിക്കാതെ ഇന്നത്തോളം 8 വർഷമാകുന്നു ദൈവം എന്നെ നിർത്തി. ജീവിതത്തിൽ ഹല്ലേലൂയ സ്തോത്രം ദൈവത്തിന്റെ സാക്ഷിയായി കാനഡ വരെയും പോകുവാൻ ദൈവം കൃപ ചെയ്തു. 1 അല്ല 2 പ്രാവശ്യം. ആ ജീവനുള്ള ദൈവമാണ് ഹല്ലേലൂയ സ്തോത്രം ഇന്നയോളം നടത്തിയത്. ഇന്നലെ എന്റെ മൂത്ത മോനെ ഹല്ലേലൂയ സ്തോത്രം എന്റെ മൂത്ത മകളുടെ ഭർത്താവ് കാനഡയിൽ UPSന്റെ അനേകം ശ്രേഷ്ഠന്മാരിയ്ക്കുമ്പോൾ പറഞ്ഞു, എന്റെ അനിയനെ ദൈവം പിന്നെ ജീവിപ്പിക്കും. ദൈവം ശക്തനായതിനോട് വാഗ്ദത്തമുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. ആ ദൈവം ഹല്ലേലൂയ സ്തോത്രം നടത്തുന്നവനാണ്. യാതൊരു സംശയവുമില്ല. ദൈവത്തിന്റെ സമയം അതിനെ കാത്തിരിക്കുന്നു. ഈ വാക്കുകളാൽ ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. Tindu, the Lord's wife, wanted to sing a song. എല്ലാം താരമല്ലേ, ഇതൊന്നും എന്റേതല്ല.
പ്രാണനും പ്രാണപ്രഭാവങ്ങളും നാഥാവിന്റെ ദാനങ്ങളല്ലേ. ഇതൊന്നും എന്റേതല്ല. നാഥാവിന്റെ ദാനങ്ങളല്ലേ. ഇതൊന്നും എന്റേതല്ല. എനിക്കെന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. രണ്ടര വർഷത്തിന് മുമ്പ് എൻ്റെ കൈ എൻ്റെ അത്യാവശ്യത്തിൻ്റെ കയ്യിലേക്ക് കൊടുത്തു. പക്ഷേ അതിനേക്കാൾ വലിയൊരു ദൈവം എൻ്റെ കൈക്ക് ഇതിനേക്കാൾ വലിയൊരു ദൈവം. ഞാൻ ജനിക്കുന്നതിന് മുമ്പേ എൻ്റെ എല്ലാം അറിഞ്ഞിട്ടുണ്ട്. എൻ്റെ കുഞ്ഞുങ്ങൾ, എൻ്റെ താലിയെ എനിക്ക് ദൈവം രണ്ടാമതായി തന്നു. അവരും ജനിക്കുന്നതിന് മുമ്പേ ദൈവം എല്ലാം അവരെ നോക്കുവാൻ ഞാൻ ഈ കഴിഞ്ഞ 3 ദിവസം ഞാൻ പകൽ ഇരുന്നു. ദൈവമേ, എനിക്ക് ജീവനെ തിരിച്ചു തരണമേ. എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ദൈവമേ നീ ഇറങ്ങണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. ഇന്ന് രാവിലെ ഞാൻ പ്രാർത്ഥിച്ചു. എൻ്റെ കണ്ണിന് ഉറക്കം കൊടുക്കാതെ എൻ്റെ കണ്ണുനീരിനെ വറ്റിച്ച് ഇന്നെനിക്ക് കരയാൻ കണ്ണുനീര്. ഇന്ന് എൻ്റെ കണ്ണിൽ ഒരു തുള്ളി കണ്ണുനീര് പോലുമില്ല. അതുപോലെ ഞാൻ പ്രാർത്ഥിച്ചു. ദൈവമേ തരണം ഞാൻ വിശ്വസിച്ചു. പക്ഷേ ഇന്നലെ എനിക്ക് ദൈവം ഒരു വലിയ ആശ്വാസം തന്നു. പക്ഷെ അത് ഞാൻ വിചാരിച്ചത് അത്യാവശ്യം എനിക്ക് തിരിച്ചു തരാനുള്ള ആശ്വാസമാണ്. പക്ഷേ ഇപ്പോൾ എന്ന് തോന്നുന്നു അല്ല, ഞാൻ വിശ്വസിക്കുന്നു. ആ കൈകളിൽ നിന്ന് മാറ്റി എന്നെ ദൈവം സ്വന്തം കൈകളിൽ പിടിച്ചു. എൻ്റെ കുഞ്ഞുങ്ങളെ എൻ്റെ ദൈവം പിടിച്ചിരിക്കുക. എൻ്റെ കുഞ്ഞുങ്ങളുടെ അപ്പനായി എൻ്റെ ദൈവം എൻ്റെ അടുത്ത് ഇറങ്ങി വന്നിരിക്കുക. എൻ്റെ കുഞ്ഞുങ്ങളുടെ അപ്പനായി എൻ്റെ ദൈവം ഇറങ്ങിയിരിക്കുക. അതിനേക്കാൾ വലിയൊരു ഭാഗ്യം ഈ ലോകത്തിലെ അപ്പനല്ല അവർക്ക് വേണ്ടത്. അതാ ദൈവം ആഗ്രഹിക്കുന്നു. എൻ്റെ ദൈവം അവരെ പോറ്റണം, എൻ്റെ ദൈവം അവരെ നടത്തണം, എൻ്റെ ദൈവം അവരെ കളിക്കണം. ഇത്രയും നാൾ എനിക്കറിയില്ല, എന്നിൽ ഈ വിശ്വാസം ഒന്നും വന്നിട്ടില്ല. ഈ വിശ്വാസം വരാൻ വേണ്ടിയിട്ടായിരിക്കും ഇങ്ങനൊരു ശോധനയിലൂടെ എന്നെ കടത്തിവിട്ടത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഞാൻ ബൈബിൾ വായിക്കുകയും പ്രയത്നിക്കുകയും ചിന്തിക്കുകയൊക്കെ ചെയ്തു. പക്ഷെ എന്നിലൊരിക്കലും കുറച്ച് വിശ്വാസം വന്നു. ഈ വിശ്വാസം വരാൻ ദൈവം എനിക്ക് ഈ ശോധന തന്നു. എൻ്റെ ഒരു വിശ്വാസം വരാൻ വേണ്ടി കഠിനമായ ശോധന. പക്ഷെ ആ വിശ്വാസം എന്നെ തുറച്ചു. എൻ്റെ ചേച്ചിയും എൻ്റെ അച്ചാച്ചനും ആ സഭ മൊത്തം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അവർ കാണുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. എൻ്റെ അച്ചാച്ചൻ പറഞ്ഞു, സർവീസ് നടക്കുമ്പോൾ എൻ്റെ അച്ചാച്ചൻ എഴുന്നേൽക്കും. അങ്ങനെയല്ല അച്ചാച്ചൻ, ദൈവം എന്നിലാണ് എഴുന്നേറ്റത്. എന്നിലാണ് എൻ്റെ ദൈവം എഴുന്നേറ്റത്. എൻ്റെ കുഞ്ഞുങ്ങളിലാണ് ദൈവം എഴുന്നേറ്റത്. അവർക്കാണ് ദൈവം അവർക്ക് വേണ്ടി എനിക്ക് വേണ്ടി എന്നെ പറഞ്ഞു. എൻ്റെ കൈ പിടിച്ചു, എൻ്റെ കുഞ്ഞുങ്ങളുടെ കൈ പിടിച്ചിട്ടുണ്ട്. എൻ്റെ കുഞ്ഞുങ്ങളെ അനാഥരായി വിടുന്ന ദൈവമല്ല. എൻ്റെ കുഞ്ഞുങ്ങളെ അനാഥരായി വിടുന്ന ദൈവമല്ല. ഈ ഭോപ്പാൽ ചർച്ചിൽ എൻ്റെ കുഞ്ഞുങ്ങളുമായി ഞാൻ വരും. എൻ്റെ കുഞ്ഞുങ്ങളെ നിങ്ങളെ കാണിക്കാൻ, എൻ്റെ കുഞ്ഞുങ്ങളെ എങ്ങനെ പാലിച്ചു കൊണ്ട് കാണിക്കാൻ ഞാൻ വരും.
കുഞ്ഞുങ്ങളുമായി ഞാൻ വരും. അവരുടെ അപ്പൻ കടന്നുപോയി, പക്ഷെ അവരുടെ സ്വർഗത്തിലെ അപ്പൻ അവരെ വളർത്തി. അവരുടെ അപ്പനെ അമ്മയെക്കാൾ വലുതാക്കി ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുന്ന കുഞ്ഞുങ്ങളാണ് തീർത്തു എന്ന് പറഞ്ഞു. ഈ പാട്ടും പാടി ഞാൻ വരും. കുറച്ച് വർഷങ്ങളുടെ സമയം അതെനിക്ക് നിങ്ങൾ താ ഞാൻ വരും. നിങ്ങൾ എനിക്ക് വേണ്ടി എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, പിന്നെ മമ്മിക്ക് ക്ലോറസിന് അവരെ കുറിച്ച് വല്ലാത്ത സങ്കടമുണ്ട്. പക്ഷേ അവരെ പോറ്റാൻ എൻ്റെ ദൈവം മതിയായിരുന്നു. അവരെ പോറ്റാൻ എൻ്റെ ദൈവം മതിയായിരുന്നു. ഞാൻ വിശ്വസിക്കുന്നു. അവരെ നടത്തും. എന്നെ നടത്തുന്ന ദൈവം അവരെയും നടത്തും. എൻ്റെ അച്ചാച്ചൻ്റെ ഭവനത്തിൽ ദൈവം ഇറങ്ങിയിട്ടുണ്ട്. എൻ്റെ അച്ചാച്ചന് പകരം ദൈവം അവിടെ ഇറങ്ങിയിട്ടുണ്ട്. അവരെ നോക്കാനും എൻ്റെ ദൈവം ശക്തൻ, അവരെ പുലർത്താൻ എൻ്റെ ദൈവം ശക്തൻ. എൻ്റെ ഗ്ലോറിസിന് എൻ്റെ അച്ചാച്ചൻ നല്ലൊരു ഭാവി ആഗ്രഹിച്ചു. ഞാനതുപോലെ തന്നെ ആഗ്രഹിച്ചു. അതുപോലെ തന്നെ നല്ലൊരു ഭാവി അവർക്ക് കൊടുക്കും. അതുപോലെ ഒരു നല്ല ഭാവി കൊടുക്കും. നിങ്ങളെല്ലാവരും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അവരെ ശക്തീകരിക്കണം. തേനിലും മധുരമാം, തേനിലും മധുരമാം, തേനിലും മധുരമാം, തേനിലും മധുരമാം യേശു ക്രിസ്തു He is a doctor. Oh, she is a doctor. Her lifestyle is very simple. No fashion. Though they lived 2.5 years, his family was a role model to everybody. Such a powerful girl who stood for the Lord. I do really thank God for the power which God has poured upon her. നമുക്കെല്ലാം ചേർന്ന് ഒരു വരി ഒന്ന് പാടാം. കരുത്തനാമവൻ കരത്തിനാൽ പിടിച്ചിരിക്കയാൽ ഒരുത്തരം പിടിച്ചു വേർപിടിക്കുവാൻ കഴിഞ്ഞിട വിരുദ്ധമായി വരുന്നതൊന്നും ഏതുമേ ഭയന്നിട വിരുദ്ധമായി വരുന്നതൊന്നും ഏതുമേ ഭയന്നിട ഇതെന്തു ഭാഗ്യം യേശുനാഥനോട് ചേർന്നു ഞാനിതാ ഇതെന്തു ഭാഗ്യം യേശുനാഥനോട് ചേർന്നു
അല്ല ഞാൻ അനുഗ്രഹാവകാശിയാ. അനാദി നിർണയ പ്രകാരം എന്നെയും നാമയം വസിച്ചിട. ഇതെന്തു ഭാഗ്യമേശ്വരാധനോട് ഇതെന്തു ഭാഗ്യമേശ്വരാധനോട് ചേർന്നു ഞാനിത. Brother Umman and Blessy from Canada, they convey their deep condolences to the Solomon family. Now we have a Secretary FFCI, Brother K.O. Varghese. Sorry. The Santosh father is reflected in his family members. Praise the Lord. ഞാൻ പലപ്പോഴൊക്കെ അവിടെ പോകുമ്പോഴും കർത്താവിനെ കുറിച്ച് പറയുന്ന ഒരു വ്യക്തിയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്ക് നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും ഉത്തരം Christ is the answer. यीशु ही हमारे सारे चीजों का उत्तर देने वाला. Praise the Lord. കർത്താവിന്റെ മഹത്വം. ജീവിതത്തിൽ നാം ഓരോരുത്തരും കടന്നു പോകുന്ന ബാധകളെ, നാം കടന്നു പോകുന്ന സാഹചര്യങ്ങളെ പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ ബുദ്ധിമുട്ടുണ്ടാകും. എന്നാൽ അനന്തരമായി ഒടുവിലായി നാം അറിയും അത് ദൈവഹിതമായിരുന്നു, ദൈവത്തിന് ഇഷ്ടമായിരുന്നു, ദൈവം നമ്മെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് അത് സംഭവിച്ചത് എന്ന് നാം മനസ്സിലാക്കുവാനായി കഴിയും. മരണാനന്തര ജീവിതം, ഈ കാര്യങ്ങളെല്ലാം തിരുവചനത്തിൽ വളരെ ശക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. മനുഷ്യൻ മുഖാന്തരം